ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ പരിചയപ്പെട്ട ആളായിട്ട് ഡേറ്റിംഗ് ഫ്ലാഗ് ആണോന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിങ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. അടുത്ത കൊണ്ടല്ലേ അതായത് ഭാര്യ കൊടുക്കുക. റോഡിൽ കൂടെ നടക്കുമ്പോൾ ആളുടെ കെയറിംഗ് ആയിരുന്നു. ആൾ അതും പാസ്സായി. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. ചെരുപ്പിട്ട് കൊടുത്തിട്ട് ഈഗോ ടെസ്റ്റ് ആയാ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. ആ ടെസ്റ്റും ആൾ അങ്ങനെ പാസ്സായി. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി ആള് ഫുൾ ടൈം രണ്ട് കൈയും എന്റെ ചുറ്റും നിർത്തിയിട്ടാണ് എലിവേറ്ററിൽ ഫുള്ള് ക്യാരി ചെയ്തത്. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിക്കുമെന്നാണ്. അഫ്കോഴ്സ് ആൾ എന്നെ വെയിലടിക്കാണ്ട് സൂക്ഷിച്ചു. ശരി, ഒരു തുണി എടുത്ത് നേരിട്ട് എന്നെ സൺലൈറ്റിന്ന് അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. അഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. തന്നെ ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ. കെട്ടിവെച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ടെസ്റ്റിന്റെ ആവശ്യമുണ്ടോ? ഇത് നമ്മൾ രാവിലെ തൊട്ട് ഈ ആഫ്റ്റർനൂൺ വരെയുള്ളതാണ്. അടുത്ത പാർട്ടിൽ ആൾ എനിക്കൊരു സർപ്രൈസ് തരുന്നതുണ്ട്. ഓൾ ടുഗദർ പാർട്ട് 1 അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇനി പാർട്ട് 2 നിങ്ങൾ കണ്ടുനോക്കും. 2 ഉണ്ട്. ഇതിന്റെ ഒരു സീരിയലായിട്ട് ഇറക്കിയേക്കുവാണോ? ഇപ്പൊ കെയറിംഗ് ആയിട്ട് തോന്നും. കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ അറിയാം എല്ലാ ടെസ്റ്റും. ഇനി എന്തോരം ടെസ്റ്റ് പാസ്സാൻ കിടക്കുന്നു.